എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണെന്നാണ്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതായിരിക്കും. ഇത് ജനറൽലെസ് റീഡിംഗ് ആണ്. ഇത് ഒരു പേഴ്സണൽ റീഡിംഗ് അല്ല, അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവണവർ എടുക്കുക, അല്ലാത്തവര് നിങ്ങൾക്കുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വിടാം ഉണ്ടോ. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഫീസ് വാട്സാപ്പിൽ ഗൂഗിൾ പേ ചെയ്യണം, അങ്ങനെയാണ്. അപ്പൊ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പിന്നെ എല്ലാവരും ദയവായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ഇത് കാണുമ്പോൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് കാണാം. നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിലോർത്തുകൊണ്ട് നല്ല മൂമെന്റ്സ് ഒക്കെ മനസ്സിലോർത്തുകൊണ്ട് കാണാം. അപ്പൊ നിങ്ങളുടേതായിട്ട് വരും. ഓക്കെ, പിന്നെയും പറയണേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഓക്കെ, യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് 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 എൻ്റെ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? 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 യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. യൂണിവേഴ്സ് എൻ്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. യൂണിവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സ് വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്.
അവസാന വ്യൂവേഴ്സിലേക്ക് നോക്കിയത് കാറിന്റെ ഫീലിങ്സ് എന്താണ് എന്റെ വ്യൂവേഴ്സിലേക്ക് നോക്കിയത് കാറിന്റെ ഫീലിങ്സ് എന്താണ്. അപ്പൊ ഇവിടെ ഞാൻ 12 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് പെന്റക്കിൾസ്, ഹാങ്ഡ് മാൻ, 8 ഓഫ് സോർഡ്സ്, അതുപോലെ പേജ് ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് കപ്സ്, 5 ഓഫ് വാൺസ്, 9 ഓഫ് സ്വാർഡ്സ്, അതുപോലെ 3 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഹൈ പ്രിൻസസ്, കിങ് ഓഫ് പെന്റക്കിൾസ്, ദ മജീഷ്യൻ. അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. 2 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സമയത്ത് തന്നെ 2 കാര്യങ്ങള്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് തന്നെ 2 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ 2 കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണെന്നാണ് പറയുന്നത്. ഏതാണ് 2 കാര്യങ്ങളിൽ അതിലേതാണ് നല്ലത് എന്നൊക്കെ തീരുമാനിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളിൽ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് പറയണത്. പുതിയ പുതിയ അവസരങ്ങൾ വരുന്നു, അതിലൊന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. പിന്നെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ നല്ല സ്വാധീനത്തിൽ പോരാടുക, അല്ലെങ്കിൽ എന്താ ബാലൻസ് ചെയ്യുക, നിലനിർത്തുക. 2 അവസരങ്ങളുണ്ട്, ഓപ്ഷൻ ഉണ്ട് ആൾക്ക്. അതിലേത് തെരഞ്ഞെടുക്കണം എന്ന് ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ആളിരിക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും, നിങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതില് ഏത് തെരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയില് അങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറയണത്. അതിൽ ഓപ്ഷനുള്ള ആളാണ്. ഒന്നിൽ കൂടുതൽ വ്യക്തികളായിട്ട്, ആണായാലും ശരി പെണ്ണായാലും ശരി, ഒന്നിൽ കൂടുതൽ വ്യക്തികളായിട്ട് കണക്ഷൻ ഉണ്ട്, അതാണ് പറയണത്. അപ്പൊ അതിൽ ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള പറഞ്ഞിട്ട് നിൽക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോ ഒരാളെ ഇങ്ങനെ തലയ്ക്ക് മുകളിൽ കെട്ടിയിട്ട് മരത്തുമേ കെട്ടിയിട്ടായിരിക്കാണ്. അപ്പൊ തല കീഴ്പോട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്താണ്, ഇത്തിരി സമാധാനമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ അഥവാ നിങ്ങളെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങളെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ഇപ്പൊ ഇത്തിരി സമാധാനമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇത്തിരി ഈഗോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, ഇപ്പൊ ഈഗോ എല്ലാം പോയി. ഇപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഇതിലേക്കാണ് പോണത്. സ്പിരിച്വൽ ആയിട്ടാണ് പ്രാർത്ഥനയും കാര്യങ്ങളോ അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്കാണ് പോണത്. റിലേഷൻഷിപ്പിലാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്തിരി അകന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരു സമാധാനവും ഇല്ല, മനസ്സമാധാനവും ഇല്ലാത്തൊരു പ്രസന്റ് സിറ്റുവേഷനിൽ അങ്ങനെയാണ്. മനസ്സിലായോ? നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകാത്ത, ഇപ്പൊ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ലൈഫില് ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ചെറിയ പരിക്കേൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കെണിയിൽ അകപ്പെട്ട പോലെയാണ്. ചിലപ്പോൾ മിക്കതും ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടാവും, നിങ്ങളെ വിട്ടിട്ട് വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഒരു കെണിയിൽ പെട്ട പോലെയാണ്, ഒരു കുടുക്കിൽ പെട്ട പോലെയാണ് കിടക്കുന്നത്. ഇപ്പൊ അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായി, ഒരു ഫ്രീഡം ഇല്ലാതെ അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത് കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കുന്നു. അവർക്ക് ഇപ്പൊ വെല്ലുവിളികൾ കുറെ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. അതിന് അവർക്ക് വിചാരിച്ചാല് അവർക്ക് ഈസി ആയിട്ടൊക്കെ രക്ഷപ്പെടാം, ശ്രമിച്ചാലേ പറ്റുള്ളൂ അവർക്ക്. ആരായാലും ശരി, ആണായാലും ശരി പെണ്ണായാലും ശരി, നിങ്ങളെ ചയച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഇപ്പൊ ഇത്തിരി സമാധാനം കിട്ടണേന്നാണ് അവര് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? വേണമെങ്കിൽ ഈസി ആയിട്ടൊക്കെ അവർക്ക് പോരാം ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. സ്വയം തടഞ്ഞു നിർത്തല്, നിഷേധാത്മകമായ സ്വയം സംസാരം,
കൂടുതൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുണ്ടെന്നാണ് പറയണത്. ഇപ്പൊ ഒരു തടവിലാക്കപ്പെട്ട പോലെയായി, ഒരു ഫ്രീഡവും ഇല്ല, തടവിലാക്കപ്പെട്ട പോലെയായി, ഒരു മനസമാധാനവും ഇല്ല, ഒരു സമാധാനം സന്തോഷം ഒന്നുമില്ല. കൂട്ടിലാകപ്പെട്ട പോലെ, ഒരു കെണിയിലാകപ്പെട്ട പോലെ ഇങ്ങനെ പെട്ടുപോയിരിക്കുകയാണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടണം, തടവിലാക്കപ്പെട്ട പോലെയാണ്, ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാ കാഴ്ചപ്പാടൊക്കെ മാറി, അങ്ങനെ വിഷമിച്ച് വല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്നാണ് പറയണത്. പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെന്റക്കൽസ് ആണ്. പേജ് ഓഫ് പെന്റക്കൽസ് അതെന്താണ്, ജോലിന്ന് എവിടെന്നെങ്കിലും ചെറിയൊരു തുക ലഭിക്കാൻ പോകണമെന്നാണ് പറയുന്നത് അവർക്ക്. എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടാൻ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇത്തിരി പൈസ കിട്ടാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ഉള്ള കോഴ്സ് പഠിക്കാൻ പോവേ ജോലി കിട്ടി അങ്ങനെയൊക്കെ ഒരു സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ചെറിയ പൈസ കിട്ടുക, അല്ലെങ്കിൽ കടം കൊടുത്തത് എവിടെ നിന്ന് തിരിച്ചു കിട്ടുക, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ സാലറി കിട്ടുക, അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് വരാ, അങ്ങനെ ഇത്തിരി പൈസ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരുന്നത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോ എന്താ, കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലുമൊക്കെ ഒരു വഞ്ചന ചതിയൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഒരു വേർപിരിയല്, ഇപ്പൊ നിങ്ങൾ ഇത്തിരി അകന്നു പോയിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്ട് ആണ് നിങ്ങളുടെ അടുത്തത്, ഇപ്പൊ ഇത്തിരി അകന്നാണ് നിൽക്കുന്നത്, മനസ്സിലായോ? ബന്ധത്തിൽ നിന്ന് ഒരു വേർപിരിയല്, ലൈഫിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയുന്ന അപ്പൊ അത് ഓർത്തിട്ട് ഇപ്പൊ വിഷമമൊക്കെ ഉണ്ട് ആ പുള്ളിക്ക്, ആരായാലും ശരി, ആണായാലും ശരി, പെണ്ണായാലും ശരി. അപ്പൊ അവർക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ പ്രസന്റിന് ഇനി കഴിഞ്ഞത് ഒക്കെ മറക്കാനാണ് പറയണത്. ഇനി അടുത്തത് നല്ലത് നോക്കാൻ, നല്ലതിനെ പറ്റി ചിന്തിക്കാനാണ് പറയണത്. പിന്നെ 5 ഓഫ് വൺസ് വന്നാണ് നെക്സ്റ്റ് കാർഡ്. ഇപ്പൊ ഒരുപാട് സ്ട്രഗിളൊക്കെയാണ് ഇപ്പൊ അനുഭവിക്കുന്നത്, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന, ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന, ലൈഫിലെ ഏറ്റവും മോശമായ സമയത്തോടെയാണ് ഇപ്പൊ കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. പലവിധ പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൊണ്ടേ ഇരിക്കണമെന്ന് പറയണം. ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. മത്സരത്തിന്റെ സമ്മർദ്ദം അനുഭവപ്പെടാൻ നിങ്ങൾക്ക് ഒരു സ്ഥാപനം ആവശ്യമാണ്. നിങ്ങളോ നിങ്ങളുടെ നീതിയോ ഒരു നീതിക്കായിട്ടോ എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കണം. കോപം ദേഷ്യം ഒന്നും വരാണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പ്രശ്നങ്ങളെ ഗൗരവമായി എടുക്കാതെ പഠനാനുഭവമായി അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ, മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു. ലവ് റീഡിങ്ങിലാണ് പരസ്പരമുള്ള വഴക്ക്, വീട്ടുകാർ തമ്മിലും പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ അടുത്തും വഴക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ നിങ്ങളുടെ അടുത്തും വഴക്ക്, വീട്ടുകാരുടെ അടുത്തും വഴക്ക്, ഇപ്പൊ ആകെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന പറയുന്നത്. ഇപ്പൊ ഒരുപാട് എന്താ പറയാ, പിന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് സോർട്സ് ആണ്. അത് തന്നെ ഒരുപാട് സങ്കടം, ഒരുപാട് ദുഃഖം അനുഭവിക്കുക, വ്യാകുലപ്പെടുക, മറ്റൊരാൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാ, രാത്രിയിലൊന്നും ഉറക്കമില്ല എന്നാണ് പറയണത്. അങ്ങനെ രാത്രിയിലൊക്കെ എണീറ്റിരുന്ന് കരയുക, അത് നിങ്ങളോട് ചെയ്ത ആ തെറ്റിനൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ ഓർത്തിട്ട് ഇരുന്നിട്ട് രാത്രി വേദനിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പശ്ചാത്താപം, നിങ്ങളുടെ അടുത്ത് ചെയ്ത അതൊക്കെ ആലോചിച്ചിട്ട് പശ്ചാത്തപിക്കുക, ഭൂതകാലത്ത് നടന്ന ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കാണ്, ഇപ്പൊ ഇരുന്ന് വേദനിക്കാണ്, ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയാണെന്നാണ് പറയണത്. ഇപ്പൊ ഭയം, കുറ്റബോധം, സംശയം, വലിയ ആശങ്കകൾ ഇതൊക്കെയാണ് ഇപ്പൊ പറയുന്നത്, മനസ്സിലായോ? പ്രശ്നകരമായ വളരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ബുദ്ധിമുട്ടുള്ള തീരുമാനത്തെയോ ആണിപ്പൊ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധം ഇപ്പൊ ഒരു സന്തോഷകരമല്ല. നിങ്ങളടുത്ത് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരാതിരിക്കുക, നിങ്ങളെ ഇത്തിരി അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ഇവിടുന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. കുറ്റബോധം, പശ്ചാത്താപം, രഹസ്യങ്ങൾ മറയ്ക്കുക, കള്ളം പറയുക, നിങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നില്ല, എല്ലാം നിങ്ങളുടെ അടുത്ത് ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇരിപ്പ്. അപ്പൊ ഇരുന്ന് മാനസികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. അപ്പം എന്താ പറയുന്നത്, ചിലവർക്ക് ഇത് ഇപ്പൊ ഒരുപാട് പേരുടെ ഇതുണ്ടല്ലോ, കുറെ പേരുടെ
എനർജി ഉണ്ട് ഇതില്. അപ്പൊ കുറച്ചു പേർക്ക് എന്താണ് ആഘോഷത്തേക്ക് സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ ആഘോഷം, ഒരു കുട്ടിയുടെ ജനനം, പ്രൊമോഷൻ, ജോലിയിലാണെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, ആഘോഷം നടക്കുക, വിജയകരമായ സന്തോഷകരമായ ജീവിത ശൈലി, അത് കുറച്ചു പേർക്ക് അങ്ങനെയുണ്ട്. പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയ സന്തോഷം, അല്ലെങ്കിൽ റീയൂണിയൻ. ഇപ്പൊ ചിലപ്പോ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനും മതി, റീയൂണിയൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരാളുമായി സന്തോഷകരമായ പുനഃസമാഗമം നിങ്ങളുടെ അടുത്ത് ഇനി വീണ്ടും വരുന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരു സമാഗമം പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഒരാളുമായിട്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വീണ്ടും വരാനുള്ളൊരു സാധ്യതയെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വന്ന് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മനസ്സിന് സംതൃപ്തി നൽകുന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും സംതൃപ്തി, ആവേശം ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനുള്ള പരിപാടിയാണെന്ന് തോന്നണം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ സന്തോഷം, സമാധാനം, സംതൃപ്തി, ആവേശം അങ്ങനെ അതൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ബന്ധം, കുടുംബം, ജീവിതമെല്ലാം സന്തോഷവും സമാധാനവും നിറഞ്ഞാകുന്നു. നല്ല പ്രണയബന്ധങ്ങൾ പറയാം, പുതിയ ബന്ധമോ അല്ലെങ്കിൽ സന്തോഷമായ ബന്ധമോ ബന്ധത്തെയൊക്കെ പറയാം. നല്ല ദാമ്പത്യം, ഹൃദയത്തിന്റെ സംതൃപ്തി. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു പോസിറ്റീവായ കാർഡാണ്. അപ്പൊ നിങ്ങളൊരു സോൾമേറ്റ് കാർഡാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരാനും വളരെ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളുടെ അടുത്ത് വരാനോ അല്ലെങ്കിൽ ഒരു മാരേജിനോ പ്രപ്പോസൽ ചെയ്യാൻ നിങ്ങളുടെ മാരേജ് നടക്കാനോ അങ്ങനെ സന്തോഷകരമായ ദാമ്പത്യം, സന്തോഷ, സമാധാനം, ആഘോഷം ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് കേട്ടോ. വരാൻ സാധ്യതയുണ്ട്. എന്നിട്ടൊരു മാരേജിനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഒന്നെങ്കിൽ ഹൈ പ്രൈസ്റ്റസ് ഉണ്ട്. അതെന്താ നല്ലൊരു ഹൃദയത്തിന് ഉടമയാണെന്നാണ് പറയണത് കേട്ടോ. ഇത്തിരി അധികാരഭാവമുള്ള ഒരാളാണ്. ഇത്തിരി ഡിവൈൻ പവർ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത് കേട്ടോ. നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ്. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവര് വളരെയധികം ഹൃദയാലുവാണ്. മറ്റുള്ളവരുടെയൊക്കെ സങ്കടം കേട്ട് ഇമോഷൻ ആകുമെന്നാണ് പറയുന്നത്. ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് പറയണത്. ഒന്നിൽ കൂടുതൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ട് തീരുമാനം എടുക്കരുത്. ഹൃദയം പറയുന്നത് കേട്ട് തീരുമാനം എടുക്കുക. എന്താണ് ടീച്ചറോ അല്ലെങ്കിൽ മിലിറ്ററിയോ പോലീസോ അങ്ങനെ എന്തെങ്കിലും ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിരിക്കാം. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനൊക്കെ ഈ വ്യക്തിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴി കാണിക്കുക, മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, അതിനൊക്കെ ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ദൈവാധീനമുള്ള ഒരാളാണ് കേട്ടോ. ഇതിലിപ്പോ രണ്ട് മതക്കാർ തമ്മിലാണെങ്കിൽ അതിനും ഒരു കുറച്ചു പേര് അങ്ങനെ ഉണ്ടായിരിക്കും. രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ഒരു മാരേജിനൊക്കെ പറയുന്നുണ്ട് ഇതില് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. എന്താണ് ഇത് എന്താണ് ഉറച്ചതും സ്ഥിരതയുള്ള ഒരു ശക്തമായ ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വലിയൊരു ഇത്തിരി പൈസയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. മനസ്സിലായോ? ബാങ്ക് നിക്ഷേപം അങ്ങനെ ഇത്തിരി പൈസയൊക്കെ ഉള്ള ഒരാളാണ്. ഒരുപാട് സ്വത്തിനുടമയാണ്. റിച്ച് മാൻ അല്ലെങ്കിൽ റിച്ച് ഫാമിലിയിൽ പെട്ട ഒരാളാണ്. നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അത് ഇല്ലാതാക്കാനൊക്കെ അസാധാരണ കഴിവുള്ള ഒരാളാണ്. നല്ലൊരു ബിസിനസ് മാൻ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഒരാളാണ്. സമൃദ്ധിയും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു. ഇനി വരാൻ പോകുന്നു എന്നാണ് പറയണത്. സമൃദ്ധിയും ഭാഗ്യമൊക്കെ വരാൻ പോകുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവാൻ പോകുന്നു എന്നാണ്. ഐശ്വര്യമൊക്കെ വരാനൊക്കെയാണ് പോകുന്നതെന്നാണ് പറയണത്. പിന്നെ വന്നിരിക്കുന്നത് ദ മജീഷ്യൻ കാർഡാണ്. പിന്നെ ലാസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതെന്താണ്? ഇതും ഒരു പോസിറ്റീവ് കാർഡ്. അപ്പൊ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. അധികാര ഭാവമുള്ള ഒരാളാണ്. ഇവർക്ക് ജന്മന പല കഴിവുകളും ഉണ്ട്. ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഈ വ്യക്തി. അപ്പൊ ഇയാളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ വ്യക്തി സമൂഹത്തിൽ തന്നെ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നല്ല ഈശ്വരാനുഗ്രഹമുള്ള ഒരാളാണ്. വളരെ ധൈര്യശാലികളാണ്. വളരെ ശുദ്ധ മനസ്സുള്ള ഒരാളാണ്. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോയി വളരെയധികം സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഒന്നിനും പേടിയൊന്നുമില്ല, ആരും ഭയമൊന്നുമില്ല, ആരുടെയും കീഴിൽ ജോലി ചെയ്യാനോ അങ്ങനെ നിൽക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് ഇയാള്. ആരും നിയന്ത്രിക്കുന്നതൊന്നും ഇഷ്ടമല്ല. സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് സക്സസിൽ എത്തുമെന്നാണ് പറയുന്നത്. ഒരു രാജാവിന്റെ അധികാരമാണ് ഉള്ളത് ഇയാൾക്ക്. അത്രയും ഒരു പവർ ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. പിന്നെന്താണ് ഇത്
നിങ്ങളുടെ അടുത്തേക്ക് വരും തന്നെയാണിത് പറയുന്നത് കേട്ടോ. ഇപ്പൊ അത് പോയടത്ത് എന്തെങ്കിലും ഒരു സമാധാനം മനസ്സമാധാനം ആകെ പെട്ട പോലെയാണ് കിടക്കുന്നത്. അപ്പൊ അതിന് എങ്ങനെയും രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ വിവാഹം കഴിക്കാനായാലും നിങ്ങളുടെ അടുത്ത് വന്ന് സമാധാനം പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇത്തിരി സമാധാനമാണ് ഇപ്പൊ ഇത്തിരി ആഗ്രഹിക്കുന്നത് വ്യക്തി ആരായിക്കോട്ടെ. നിങ്ങളുടെ അടുത്ത് വന്ന് സെലിബ്രേഷനും മാരേജും സെലിബ്രേഷനും ഒക്കെയാണ്. ഫിനാൻഷ്യലി ഇത്തിരി പൈസകൾ ഇത്തിരി ഗ്രോത്ത് ഒക്കെ ഇനി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്തിരി പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവുക, നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. ഈ വ്യക്തി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനൊക്കെ ഈ വ്യക്തിക്ക് അത്രയും കഴിവുണ്ട്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനൊക്കെ ഉള്ളൊരു നല്ലൊരു കഴിവുണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പൊ എത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കാണ്. അപ്പൊ എല്ലാവരും റീഡിങ് കണ്ട് സന്തോഷമായി ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ദയവായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എല്ലാവരും. ഓക്കെ, താങ്ക് യു.